ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൺത ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും. ഇന്ന് വൈകിട്ടോടെയായിരിക്കും കരതൊടുക. ആന്ധ്രാ തീരത്തിന് കനത്ത ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ശില്പ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശില്പ, വൈകിട്ടോടെ മോൺത ചുഴലിക്കാറ്റ് കരതൊടുമെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ മുൻകരുതൽ നടപടികളും ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ആര്യ, മോൺത ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ആന്ധ്ര സർക്കാർ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അതായത് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഒഡീഷ സംസ്ഥാനങ്ങളാണ് ഈ മോൺത ചുഴലിക്കാറ്റ് ഭീഷണിയിലുള്ളത്. ഇന്ന് രാവിലെയോടുകൂടി കരതൊടുന്ന മോൺത ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി വൈകുന്നേരത്തോടുകൂടി എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശ് അടക്കം ഉള്ള സംസ്ഥാനങ്ങൾ കനത്ത ജാഗ്രതയിലാണ്. അതോടൊപ്പം തന്നെ തമിഴ്നാട്, ഒഡീഷ സംസ്ഥാനങ്ങൾ കനത്ത ജാഗ്രതയിലാണ്. കിലോമീറ്ററിൽ 110 വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള കാറ്റാണ് മോൺത ചുഴലിക്കാറ്റ്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയാണ് ആന്ധ്രാപ്രദേശിൽ ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ, ആന്ധ്രാപ്രദേശിലെ തെക്കൻ ജില്ലകളിലാണ് ഈ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ അവിടുത്തെ സ്കൂളുകളിലടക്കം 30 വരെ അവധി നൽകിയിരിക്കുന്ന, ഈ മാസം 30 വരെ അവധി നൽകിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെയും തീരദേശ ജില്ലകളിലെ സ്കൂളുകൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോൺതയെ നേരിടാനുള്ള മുന്നൊരുക്കത്തിൽ തന്നെയാണ് തമിഴ്നാട് സർക്കാരും. അതോടൊപ്പം തന്നെ ഈ ആന്ധ്രാതീരത്തെ മച്ചിലിപട്ടണത്തിലും കല്ലിംഗപട്ടണത്തിലും ഇടയിലെ കക്കിനടയുടെ സമീപമാണ് ഇത് കരതൊടുന്നത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. അതോടൊപ്പം തന്നെ വടക്കൻ ജില്ലകളിൽ ഈ മോൺത ചുഴലിക്കാറ്റിന്റെ ഫലമായി കേരളത്തിലും മഴ കനക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മോൺത ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചാൽ അത് കേരളത്തിലെ മഴ കനക്കുമെന്നുള്ള ഒരു പ്രവചനവും കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമായിരിക്കും മോൺത ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി മഴ ലഭിക്കുക, പരക്കെ മഴ ലഭിക്കുക. എന്നാൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ലഭിക്കുന്നതെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. ഏതായാലും മോൺത ചുഴലിക്കാറ്റിനെ നേരിടാൻ ആന്ധ്രാപ്രദേശ്, അതോടൊപ്പം തന്നെ തമിഴ്നാട്, ഒഡീഷ സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതയിലാണ്. അതോടൊപ്പം തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ 6 യൂണിറ്റുകൾ അടക്കം ആന്ധ്രാപ്രദേശിലുണ്ട്. അതോടൊപ്പം തന്നെ ഹെലിപാഡുകൾ, എല്ലാവിധ സജ്ജീകരണം, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകളെ ഒഴിപ്പിക്കാനുള്ള നടപടികളൊക്കെയും ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തീരപ്രദേശത്തുള്ള ആളുകളെയൊക്കെ ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടക്കം മാറ്റിയ സാഹചര്യമാണ് ഉള്ളത്. ശരി, ശില്പയാണ് വിവരങ്ങൾ നൽകിയത്.